ഉമ്മച്ചി തന്നെ ചെറിയൊരു ടീച്ചറായിട്ടും ഗൈഡായിട്ടും മെന്ററായിട്ടും കൂടെ ഉണ്ട് അല്ലേ? പിന്നെ എനിക്കൊരു എയിം ഉണ്ടായിരുന്നു 1200. ആ ഇംഗ്ലീഷിൽ ഫുൾ മാർക്ക് വാങ്ങി എങ്ങനെയെന്നാണ് എനിക്ക് ആദ്യം അറിയേണ്ടത്. അപ്പൊ നീ 1100 ആദ്യം എക്സ്പെക്ട് ചെയ്തിരുന്നു, നിന്റെ ടാർജറ്റും അതായിരുന്നു അല്ലേ? ഹായ് ഗൈസ്, ഇതൊരു കിഡിലൻ ഇന്റർവ്യൂ ആവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എൻ്റെ കൂടെ ഉള്ളത് ഒരു കിഡിലൻ പേഴ്സണാലിറ്റിയാണ്. മേ ബി നിങ്ങൾ ഓൾറെഡി അറിയുമായിരിക്കും, പല ആൾക്കാർ ഓൾറെഡി പല രീതിയിൽ കണ്ടിട്ടുണ്ടാവും. എൻ്റെ കൂടെ ഉള്ളത് ഇപ്പോൾ കേരളത്തിലെ +2 എക്സാം കഴിഞ്ഞപ്പോൾ സ്റ്റേറ്റ് ടോപ്പേഴ്സ് എന്ന് പറയാൻ പറ്റുന്ന 1200 മാർക്ക് സ്കോർ ചെയ്ത പേര് ഫർഹാന. ആൻഡ് സ്ഥലം കാട്ടാക്കട, തിരുവനന്തപുരം ജില്ലയിലുള്ള ഫർഹാനാണ് ഇപ്പൊ എൻ്റെ കൂടെ ഉള്ളത്. ഫർഹാന +1 കഴിഞ്ഞ സമയത്ത് ഫുൾ മാർക്ക് 540 ഔട്ട് ഓഫ് 540, 520 ആയിരുന്നു അല്ലേ? 520 ഔട്ട് ഓഫ് 520. സെക്കൻഡ് ഇയർ വന്നപ്പോഴും നേരെ ഇമ്പ്രൂവ്മെന്റ് ഒന്നും ആവശ്യമില്ലാതെ നേരെ സ്കോർ ചെയ്തു. അപ്പോൾ കിഡിലനാണ്. ആൻഡ് ചില പ്രത്യേകതയും കൂടി മൊത്തത്തിൽ ഫർഹാനയുടെ ആ ഒരു ലൈഫ് സ്റ്റോറി ആൻഡ് മൊത്തത്തിലുള്ള പഠനത്തിന്റെ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് നമ്മളെ വീഡിയോയിൽ നമുക്ക് ഇനി മുന്നോട്ട് ഡിസ്കസ് ചെയ്യാം. റെഡി? തുറന്നല്ലേ ഫർഹാന? കുഴപ്പമൊന്നുമില്ലല്ലോ, ടെൻഷനൊന്നുമില്ല? യെസ്. ഉമ്മനോട് സംസാരിച്ച സമയത്ത് ഉമ്മ പറഞ്ഞ നീ ഇത് എക്സ്പെക്ട് ചെയ്യാത്ത മാർക്ക് എന്നാ പറഞ്ഞത്? അങ്ങനെയല്ല, ഞാൻ ഹാർഡ് വർക്ക് ചെയ്തായിരുന്നു. പിന്നെ എനിക്കൊരു എയിം ഉണ്ടായിരുന്നു 1200. അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തു. പിന്നെ ഉമ്മച്ചിക്കും അമ്മച്ചിക്കും ടെൻഷൻ കൊടുക്കാൻ പറ്റില്ല. അവസാനം അത് കിട്ടിയില്ലെങ്കിൽ കുറച്ച് പറഞ്ഞു മാക്സിമം അവരെ. പിന്നെ അവസാനം കുറഞ്ഞ അവർക്ക് വിഷമാവില്ലേ? കിട്ടും അങ്ങനെയല്ല, ചിലപ്പോൾ മാർക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇംഗ്ലീഷിന് അക്കാര്യത്തിൽ ഞാൻ എപ്പോഴും എല്ലാ ഇന്റർവ്യൂലും ചോദിച്ച സാധനമാണ് ഇംഗ്ലീഷ്. നേരെ ഇംഗ്ലീഷിലോട്ട് പോവാണ്. ആ ഇംഗ്ലീഷിന് ഫുൾ മാർക്ക് വാങ്ങി എങ്ങനെയെന്നാണ് എനിക്ക് ആദ്യം അറിയേണ്ടത്. +1 വാങ്ങി, +2 വാങ്ങി, വിത്തൗട്ട് ഇംപ്രൂവ്മെന്റ്. എങ്ങനെ? ഞാൻ ടെക്സ്റ്റ് വായിക്കുമായിരുന്നു. പിന്നെ എനിക്ക് കഥ പണ്ട് തൊട്ടേ ഞാൻ ബുക്സ് ഒക്കെ വായിക്കും. സുധാമൂർത്തിയുടെ ഒക്കെ ബുക്സ്, ഇംഗ്ലീഷ് ബുക്സ് ഒക്കെ വായിക്കും. അപ്പൊ അതിൽ മെയിൻ നമുക്ക് ടെക്സ്റ്റ് അറിയാം എന്ന് നമ്മൾ നമ്മുടെ ആൻസർ ഷീറ്റ് വായിക്കുന്ന ടീച്ചറിന് ഉറപ്പ് കൊടുക്കണം. അങ്ങനത്തെ രീതിയിൽ എഴുതുമായിരുന്നു. പിന്നെ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് ഒക്കെ ടീച്ചർ സൂപ്പർ സപ്പോർട്ടാണ്. സത്യം പറഞ്ഞാൽ സ്കൂളിൽ പോകുന്നതിന്റെ മെയിൻ റീസൺ ടീച്ചറാണ്. ടീച്ചർ ഉറപ്പായിട്ട് ഞാൻ സെൻഡ് ചെയ്യും ടീച്ചറിന്. ടീച്ചർ അങ്ങനെ യൂഷ്വലായിട്ട് നമ്മൾ ഒരു ക്ലാസ് എടുക്കുന്ന രീതിയിലൊന്നും അല്ല, നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് സംസാരിക്കില്ലേ, അങ്ങനെയാണ് പഠിപ്പിക്കാറ്. പിന്നെ ടീച്ചർ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും ആ ചാപ്റ്റർ ടീച്ചർ അത്ര നന്നായിട്ട് വരയ്ക്കത്തൊന്നുമില്ല, എങ്കിലും മാക്സിമം നമ്മുടെ വൈറ്റ് ബോർഡിൽ വരച്ച് എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത്. ടീച്ചറിന് കുറെ ട്രിക്സ് ഒക്കെ ഉണ്ട്. ആ ട്രിക്സ് ഒക്കെ നമ്മൾ ഫിസിക്സ് പഠിക്കുമ്പോൾ പോലെ ഇക്വേഷൻസ് ആക്കി അങ്ങനെയാണ് പഠിപ്പിക്കുക. വെറൈറ്റി ആണല്ലോ. ടീച്ചർ എന്തായാലും കാണാം, നമുക്ക് ടീച്ചർ ഇന്റർവ്യൂ മേ ബി കൊണ്ടുവരാൻ നോക്കല്ലേ? പിന്നെ യെസ്, അപ്പൊ നീ 1100 ആദ്യം എക്സ്പെക്ട് ചെയ്തിരുന്നു, നിന്റെ ടാർജറ്റും അതായിരുന്നു. എക്സ്പെക്ടേഷൻ നിന്റെ എക്സ്പെക്ടേഷൻ അത് തന്നെയാണ്, ടാർജറ്റ് അത് തന്നെയല്ലേ? അപ്പൊ ഇത് ആക്ച്വലി എന്നാ സെറ്റ് ചെയ്തേ? അത് 10th കഴിഞ്ഞപ്പോഴേ എനിക്ക് 1200 ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാനിങ്ങനെ ഞങ്ങളുടെ നാട്ടില് 1200 ഹ്യൂമാനിറ്റീസ് കിട്ടിയ ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയുടെയൊക്കെ വലിയ ഫ്ലെക്സ് വയ്ക്കുമ്പോൾ നമുക്കും ആഗ്രഹം കാണും. 1200 ജംഗ്ഷനിൽ വലിയ ഫോട്ടോ അതുണ്ടായിരുന്നു, ഞങ്ങൾ വരുമ്പോ വലിയ ഫോട്ടോയിലുണ്ട്. അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ അതാണ്. സ്റ്റാർട്ടിങ് തന്നെ ഈ ഒരു സാധനം ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ +1 സ്റ്റാർട്ടിങ്ങില് 10th കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഒരുപാട് നമ്മൾ വിചാരിക്കും പോലെയല്ല, നമുക്ക് അതിന് ഭയങ്കരമായിട്ട് നമ്മൾ സെൽഫ് ഡിസിപ്ലിൻ ആയിരിക്കണം. എപ്പോഴും നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ആദ്യമൊക്കെ മാർക്ക് കുറയുമായിരുന്നു ഫിസിക്സിന്, എസ്പെഷ്യലി ഫിസിക്സിന് മാർക്ക് കുറയുമായിരുന്നു. പിന്നെ അങ്ങ് സെറ്റായി ഒരുപാട് ആൻസർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അങ്ങനെ ഫർഹാന യൂസ് ചെയ്ത വേർഡാണ് സെൽഫ് ഡിസിപ്ലിൻ എന്നുള്ള കാര്യം. അതെന്താ ജസ്റ്റ് ഒന്ന് പലർക്കും ഇപ്പോഴും അറിയില്ല. നമ്മളെ എല്ലാ വീഡിയോയിലും എല്ലാവരും പറയുന്നതാണ്, ഒരുവിധം സക്സസ്ഫുൾ ആയിട്ടുള്ള പേഴ്സൺസ് എല്ലാവരും പറയുന്നതാണ് സെൽഫ് ഡിസിപ്ലിനാണ് ഞാൻ എന്നുള്ള രീതിയിലാണ് അവർ പറയാറ്. എന്താ ഈ സെൽഫ് ഡിസിപ്ലിൻ, നീ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? നമുക്കിപ്പോ ഒരുപാട് എന്താ പറയാ, നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരുപാട് ഇതൊക്കെ വരില്ലേ, നമ്മള് വീട്ടില് കളിക്കണമെന്ന് തോന്നും, അല്ലെങ്കിൽ സംസാരിക്കണമെന്ന് തോന്നണം, അടിയൊന്നും അങ്ങനെ അടിയൊന്നും കൂടാറില്ല. പിന്നെ TV കാണണമെന്ന് തോന്നും. പക്ഷെ നമ്മൾ അതൊക്കെ കീപ്പ് ചെയ്ത് നമുക്ക് അതല്ല, നമുക്ക് മെയിൻ ആയിട്ടും 520 ആയിരുന്നു ഫസ്റ്റ് ഇയർ. അപ്പൊ 520 കിട്ടണം എന്നൊരു രീതിയിൽ ഇരിക്കണം. നമ്മള് എപ്പോഴും ഹോണസ്റ്റ് ആയിട്ട് പഠിക്കണം. എനിക്ക് പഠിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ പഠിച്ചത്. ഈ ഞാൻ ഒരിക്കലും സിറ്റുവേഷൻസ് ഇങ്ങനെയാണ് എന്ന് ചിന്തിച്ചിട്ടില്ല. ഇപ്പൊ ഒരാൾക്ക് ഒരു റാങ്ക് കിട്ടിയ അയാള്
മെയിൻ ആയിട്ടും 2 കാര്യങ്ങളാണ് അത് വെച്ചിട്ട്. അയാൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തു, അയാളുടെ പെർസിവറൻസ്, ഇത് രണ്ടും മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ. അല്ലെ സിറ്റുവേഷൻസ് അതൊന്നും ആരും നമ്മുടെ സ്കൂളിൽ എൻ്റെ ക്ലാസ്സിൽ 65 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അവർ മുഴുവനും വേറെ വേറെ സിറ്റുവേഷൻസിൽ നിന്ന് വരുന്ന, സിറ്റുവേഷൻ മാറ്റർ ആവുന്നതേ ഇല്ല. ഇപ്പൊ എന്റെ സിറ്റുവേഷൻ വളരെ അറിയാലോ. അപ്പൊ പറയാണ് ഫർഹാനയുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാല് ഫാമിലി ഇപ്പൊ താമസിക്കുന്ന ഒരു വാടക വീട്ടിലാണ്. ഫൈനാൻഷ്യലി അത്ര സ്റ്റേബിൾ അല്ലായിരുന്നു. ഓൾമോസ്റ്റ് 10 വർഷം വീട്ടിലായിട്ട് 10 വർഷമായിട്ട് സ്വന്തം വീടൊന്നും അല്ലാത്ത ചെറിയൊരു വീടാണ്. അവിടെ നിന്നായിട്ടാണ് ഫർഹാന പഠിച്ചെടുത്തത്. അപ്പോൾ ചുറ്റുപാടുള്ള ഭൗതിക സാഹചര്യമൊക്കെ നോക്കുന്ന സമയത്ത് അത്ര ഗിഫ്റ്റഡോ അല്ലെങ്കിൽ ഗ്രാൻഡഡ് എന്നൊന്നും പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ എന്താണ് ബോൺ വിത്ത് സിൽവർ സ്പൂൺ എന്ന് പറയുന്ന കേസ് ഒന്നും അല്ല ഫർഹാന്റെ കേസിൽ അല്ലെ. അപ്പൊ അതൊന്നൊരു മാറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ടോ? എല്ലാം തന്നെയാണ് ഫർഹാൻ എന്ത് ചെയ്ത് പറയുന്നത്, വിശ്വസിച്ചതും അത് തെളിയിച്ചിട്ടുണ്ട് അല്ലെ. ഇനി മുന്നോട്ട് അത് തെളിയിക്കും വേണം. അപ്പോൾ അതല്ല ഇല്ല, സെൽഫ് ഡിസിപ്ലിനിൽ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യും, നമ്മളൊരു റീസൺ അല്ലെ, നമ്മളൊരു വൈ, നമ്മൾ എന്തുകൊണ്ട് ഇത് പഠിക്കുന്നു അല്ലെ. സ്റ്റാർട്ട് വിത്ത് വൈ എന്ന് പറഞ്ഞ ബുക്ക് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു ബുക്ക് ഉണ്ട്. അതിന് ബേസിക്കലി ആ ബുക്കിന്റെ പേര് തന്നെ സ്റ്റാർട്ട് വിത്ത് വൈ എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെയാണ് ആ ഒരു ബുക്കിന്റെ ഓൾമോസ്റ്റ് ഒരു എസെൻസ് ആണ് ഫർഹാൻ പറഞ്ഞത്. ഒരു റീസൺ ഫർഹാനക്ക് പ്രോപ്പർ ആയിട്ടുണ്ട്. അത് വെറുതെ എന്തല്ല, വെറുതെ അങ്ങനെ ക്ലാസ്സിൽ പോവുക, പഠിക്കണം, അങ്ങനെയൊന്നുമല്ല. അതിലുപരി കൃത്യമായിട്ടൊരു പ്രോപ്പർ ഗോൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. 520 മാർക്ക് കിട്ടണം. അതിലൂടെ ഫാമിലിയുടെ ബാക്കി മുന്നോട്ടുള്ള ഒരു ജേണി ഞാൻ നയിക്കണം എന്നൊക്കെ ഉള്ള ഒരു പ്രോപ്പറായിട്ടുള്ള റീസൺ ഫർഹാനെ സെറ്റ് ചെയ്തതിൽ അടിപൊളിയായിട്ടുള്ളൊരു ടേണിംഗ് പോയിന്റ് ആയിട്ടുണ്ട്. ഈ ലൈഫിൽ ഓവറോൾ നോക്കുന്ന സമയത്ത് നീ ചെറിയ ക്ലാസ് മുതലേ ക്ലാസ്സിൽ പഠിച്ചു വന്ന് അങ്ങനെ മുന്നോട്ട് വന്ന ആളാണ്. ക്ലാസ്സിൽ ചെറിയ ക്ലാസ് മുതലേ പണ്ടോട്ടേ ഉമ്മച്ചിയാണ് പഠിപ്പിക്കുക. ഉമ്മച്ചി ട്യൂഷനൊക്കെ എടുക്കുമായിരുന്നു. അപ്പൊ അവരുടെ കൂടെ ഇരുത്തി പഠിപ്പിക്കും. അങ്ങനെ പഠിക്കുമായിരുന്നു. ഉമ്മച്ചി തന്നെ ചെറിയൊരു ടീച്ചറായിട്ടും ഗൈഡായിട്ടും മെന്ററായിട്ടും കൂടെ ഉണ്ട് അല്ലെ. അപ്പൊ ഉമ്മച്ചി വലിയ റോളാണ് വഹിച്ചിട്ടുള്ളത് അല്ലെ. വാപ്പച്ചി അങ്ങനെയാണ്. വാപ്പച്ചിയാണ് എനിക്ക് സ്നാക്സ് ഒക്കെ വാങ്ങിക്കൊണ്ടത്, സപ്പോർട്ട്, ക്ഷീണിക്കുമ്പോഴുള്ള സപ്പോർട്ട്. പിന്നെ യെസ്, പിന്നെ ലൈഫിൽ ഏതെങ്കിലും ടേണിംഗ് പോയിന്റ് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? മൊത്തത്തിൽ നിന്റെ ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഏതെങ്കിലും ഒരു പോയിന്റ്, ടേണിംഗ് പോയിന്റ് എന്ന് പറയാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഏതെങ്കിലും ചിലപ്പോൾ ചില ആൾക്കാർ ചിലപ്പോൾ ഒരു സിനിമ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര മോട്ടിവേറ്റഡ് ആയി, അല്ലെങ്കിൽ ഒരാൾ ഒരു സംസാരിച്ചപ്പോൾ മോട്ടിവേറ്റഡ് ആയി. ചിലക്കാർ ഞാനും ഒരു ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടറിനെ ചികിത്സിച്ചപ്പോൾ എനിക്ക് ഡോക്ടർ ആവണമെന്ന് ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ഏതൊരു ടേണിംഗ് പോയിന്റ് ലൈഫ് തോന്നിയിട്ടുണ്ടോ? എനിക്ക് പണ്ട് തൊട്ടേ ആഗ്രഹമായിരുന്നു ഡോക്ടർ ആകണം. അങ്ങനെ ഡോക്ടർ ആവണം, അത് എനിക്ക് പെട്ടെന്ന് വന്നതല്ല. നമുക്കത് പണ്ട് തൊട്ടേ നമ്മൾ ടാർഗറ്റ് ആക്കി വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ആക്ച്വലി 6th സ്റ്റാൻഡേർഡ് തൊട്ടേ എനിക്ക് ഇങ്ങനെ ഡോക്ടർ ആകണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പിന്നീട് സെറ്റായി. എല്ലാ ദിവസവും രാത്രി മറ്റേ സ്വപ്നം കാണാറുണ്ടോ? അങ്ങനെയൊന്നും നല്ലതല്ലേ? റെഡി. അപ്പോൾ പഠനത്തിന്റെ രീതിയിൽ ഭയങ്കര സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ട് ഒരാളാണ് ഫർഹാന. അപ്പോൾ ഫർഹാനയുടെ ഒരു ഓവറോൾ ഡേ നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയാനുള്ള ഒരു സാധനമായിരിക്കും. ഒരു സ്റ്റഡി പ്ലാൻ പറഞ്ഞുതരും ഫർഹാന പഠിച്ച നോട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടെക്നിക്ക് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ആർക്കെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുണ്ടോ? ഞാൻ രാത്രിയാണ് കൂടുതലും പഠിക്കാറ്. പിന്നെ ഷോർട്ട് നോട്ട് ക്രിയേറ്റ് ചെയ്യും. മെയിൻ പോയിന്റ്സ് വെച്ച് ഷോർട്ട് നോട്ട് ക്രിയേറ്റ് ചെയ്താണ് പഠിക്കുക. പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ ഹൈലൈറ്റർ ഒന്നും യൂസ് ചെയ്യില്ല. കളർഫുൾ പരിപാടിയൊന്നും ഇല്ല. ഓരോ വാക്കും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഒരു ഹൈലൈറ്റ് ചെയ്താൽ നമ്മൾ അത് മാത്രമല്ലേ നോക്കുള്ളൂ. പെൻസിലിട്ട് എല്ലാ ലൈനും ഇമ്പോർട്ടന്റ് അല്ല. ഞാൻ പെൻസിലിട്ട് വരയ്ക്കാറുണ്ട്. അതിന്റെ പുറത്തോടെ തന്നെ ഉണ്ട്. അത് മാത്രമേ ഉണ്ടായിരുന്നു. ഇല്ല, കുറച്ചൊക്കെ എടുത്തു കളഞ്ഞു. നീറ്റിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല മാർക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഫർഹാന നീറ്റ് തീരുമാനിച്ചു. നീറ്റ് നമ്മൾ മതിൽ നിറയും. അപ്പോ അതിനൊക്കെ നിന്റെ സ്വന്തമായിട്ടുള്ള ടെക്നിക്സ് ഉണ്ട്. പിന്നെ പഠിപ്പിച്ചുകൊണ്ടാണ് പഠിപ്പിച്ചുകൊണ്ട് പഠിക്കുക. ടീച്ചേഴ്സിനെ പോലെ നമ്മള് ഇപ്പൊ 12th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നതെങ്കിൽ 12th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് ആയിട്ട്. അത് പണ്ട് മുതലേ ഉള്ള ടെക്നിക്കൽ. നീ ആരെയാ പഠിപ്പിക്കുക? സ്റ്റുഡന്റ്. നമ്മൾ വിചാരിക്കും ഒരുപാട് സ്റ്റുഡൻസ് ഇരിക്കുകയാണ്. വാപ്പിച്ച് വൈറ്റ് ബോർഡ് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. വൈറ്റ് ബോർഡ് ഉണ്ട്, അതിലാണ് എഴുതുക. അടിപൊളിയാണല്ലോ. എന്റെ റൂമിലുണ്ട് ഒരു വൈറ്റ് ബോർഡ് ഉണ്ട്. സംഭവം ആള് വലിയൊരു ടീച്ചർ ആവാനുള്ള പ്ലാൻ ഞാൻ കണ്ടു. ഈ മെത്തേഡിന്റെ ഒരു പേര് അറിയോ? ഇല്ല. ഫെയിം ആൻഡ് ടെക്നിക് കേട്ടിട്ടുണ്ടോ? ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ അജാസ്കാന്റെ വീഡിയോയിൽ എപ്പോഴും അജാസ്ക പറഞ്ഞു ഫെയിം ആൻഡ് ടെക്നിക്. അതായത് ഒരു കാര്യം നമുക്ക് പഠിച്ചു ഉറപ്പ് വരുത്താന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും ഉറപ്പ് വരുത്തണമെങ്കിൽ നമ്മൾ പഠിച്ച കാര്യം ഒന്നും അറിയാത്ത ആൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റണം. അതായത് നമുക്ക് അവരെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ലെവലിൽ, ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ട് പഠിപ്പിക്കുന്ന ലെവലിൽ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ടോപ്പിക്ക് പഠിച്ചു എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ അതാണ്. ഫ്രണ്ട്സിന് ആർക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടോ?
ആ ഡൗട്ടൊക്കെ എല്ലാവർക്കും ക്ലിയർ ചെയ്ത് കൊടുക്കാം. വലിയ പുള്ളിയാണ്. അങ്ങനെയല്ല, അവരായിട്ട് കളിക്കങ്ങനെ അവർക്ക് മനസ്സിലിരിക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ ഫ്രീ പീരീഡ് ഒക്കെ കിട്ടുമ്പോൾ ഇപ്പൊ വെള്ളിയാഴ്ച ആണെങ്കിൽ 2 മണി വരെ ഉണ്ട് ഉച്ച ലഞ്ച് ടൈം. അപ്പൊ ഞങ്ങൾ അത്രയും സമയം വേസ്റ്റ് ആക്കണ്ടല്ലോ. ഞങ്ങൾക്ക് ആ സമയത്ത് ഓരോ ബെഞ്ച് ക്ലാസ് ക്ലീൻ ചെയ്യണം. അപ്പൊ ഞങ്ങൾ പുറത്തിറങ്ങി നിൽക്കും. അപ്പൊ ഞങ്ങൾ ഒരു ബെഞ്ചിലുള്ളവരൊക്കെ ഒരുമിച്ചിരുന്ന് പഠിക്കാറുണ്ട്. ഫ്രീ ടൈം ഒന്നും ഞാൻ സത്യം പറഞ്ഞാൽ +1 ഫുൾ ടൈം പഠിത്തമായിരുന്നു. വീട്ടിലിരുന്ന് പഠിത്തം, സ്കൂളിൽ പോയി പഠിത്തം, അങ്ങനെയായിരുന്നു. പിന്നെ +2 ആയപ്പോൾ എനിക്ക് ഇമ്പ്രൂവ്മെന്റ് ഇല്ലാത്തത് കൊണ്ട് ആ സമയം തന്നെ എല്ലാം കംപ്ലീറ്റ് ആയി. പിന്നെ സ്കൂളിലിരുന്ന് റിവൈസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. വീട്ടിൽ വന്ന ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് നടക്കും. അങ്ങനെ അക്കാര്യത്തിൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഭാവിയിൽ ടീച്ചർ ആവട്ടെ അല്ലെ, ഡോക്ടറായ ടീച്ചർ ആവട്ടെ. അത് നല്ലൊരു പരിപാടിയല്ലേ അല്ലെ. എത്ര ഇപ്പൊ ഒരുപാട് ടീച്ചർ അല്ലെ, ഡോക്ടേഴ്സ് ഒക്കെ പല വീഡിയോസ്, എഡ്യൂക്കേഷൻ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ള സാധനമാണ്. അപ്പം പിന്നെ ഈ ഒരു സമയത്ത് എപ്പോഴും നിങ്ങൾക്ക് പ്രഷർ തോന്നിയിരുന്നോ? ഈ ടെൻഷനൊക്കെ ഉണ്ടോ? എനിക്ക് എക്സാം കഴിഞ്ഞാണ് ടെൻഷൻ. അതുവരെ എനിക്ക് ഒരു ടെൻഷനൊന്നുമില്ല. ഇല്ല, ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് അങ്ങനെ ടെൻഷനൊന്നും വരില്ല. എക്സാം കഴിഞ്ഞിട്ട് വീട്ടുകാര് എങ്ങനെയായിരിക്കും റിസൾട്ട് വരുമ്പോ കുറഞ്ഞാൽ അവർക്ക്, ഞാൻ ഉദ്ദേശിച്ചത് അതായത് ഇപ്പം പലരും പറയാറുണ്ട്, അതായത് ഒന്നെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരുപാട് ഉത്തരവാദിത്തങ്ങളൊക്കെ നമ്മളെ മുകളിലുണ്ട് നമുക്ക് തോന്നിയിട്ട് ആ ഒരു ലെവലിൽ പ്രഷർ നിനക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടോ? അല്ലെ അത് നീ ഇങ്ങനെ ടാക്കിൾ ചെയ്ത്? അത് ഒരുപാട് കുട്ടികൾ ചോദിച്ച് കേട്ടിട്ടുള്ളതാണ്. അതായത് ഒരുപാട് പേര് പറയും എന്താണ് ഇപ്പൊ റീസെന്റ് ആയിട്ട് അറിഞ്ഞതാണ്, എന്താണ് അവൻ ഓർഫനാണ്, എനിക്ക് എന്ത് ചെയ്യാ, എന്റെ ഫാമിലി കംപ്ലീറ്റ് നോക്കേണ്ടത് ഞാനാണ്. പക്ഷെ എനിക്ക് നല്ലോണം ഞാൻ ഇതുവരെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് മുന്നോട്ട് പഠിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷനാണ് അവന്. അവൻ എന്നിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 മന്തോളം ഡിപ്രസ്ഡ് ആയിട്ട് നടക്കുകയാണ്. അപ്പോൾ അവനെ സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അവനൊക്കെ ഈ പറയുന്ന കാര്യം അത് നീ എങ്ങനെ, നിനക്ക് എപ്പോഴും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ എല്ലാം പോസിറ്റീവായിട്ട് എടുക്കാൻ നോക്കും. മെയിൻലി പോസിറ്റീവായിട്ട്. നമ്മളെ സിറ്റുവേഷൻസിനെ എപ്പോഴും നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ സുധാമൂർത്തിയുടെ ഭയങ്കര വലിയ ഫാനാണ്. ഞാൻ എപ്പോഴും അവരുടെ അനക്ഡോട്ട്സ് ഒക്കെ വായിക്കാറുണ്ട്. അപ്പോൾ അവരുടെ ഒരു അനക്ഡോട്ടിലുള്ളതാണ്, അവരുടെ ഒരു ഫ്രണ്ട് ആദ്യം ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നു, പിന്നീട് ബെഗറിൽ നിന്നാണ് അവർ എക്സ്ട്രോവേർട്ട് ആയത്. അതായത് അവരവരുടെ സിറ്റുവേഷൻ കൊണ്ട് ഒട്ടും ഹാപ്പി ആയിരുന്നില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നീരസപ്പെടും. പക്ഷെ അവരൊരു ദിവസം അവരുടെ ഫ്ലാറ്റിന്റെ പുറത്ത് അവർ ഒറ്റയ്ക്കാണ് താമസിക്കാറ്. അപ്പോൾ സുധാമൂർത്തിയെ കുറെ നാളിന് ശേഷം കണ്ടപ്പോൾ അവരുടെ ക്യാരക്ടറിനൊക്കെ ചേഞ്ച് വന്നു. സുധാമൂർത്തി അപ്പോൾ അവരോട് ചോദിച്ചു എന്താണ് പറ്റിയത്. അപ്പോൾ അവർ പറയും, ഞാനൊരു ബെഗറിൽ നിന്നാണ് ഇതൊക്കെ പഠിച്ചത്. കാരണം അയാൾക്ക് ഫുഡില്ല, അയാൾക്ക് തണുപ്പത്ത് പുതയ്ക്കാൻ ഒരു ക്ലോത്ത് ഇല്ല, എങ്കിലും അയാള് മഴ വന്നപ്പോൾ കളിക്കുന്നു, അയാൾ ഹാപ്പിനെസ് കണ്ടുപിടിക്കുന്നു. അത്രേ ഉള്ളൂ. സിറ്റുവേഷൻസിനെ എപ്പോഴും നമ്മളെപ്പോഴും ഹാപ്പി ആയിരിക്കാൻ നോക്കുക. കുറച്ച് ലൈഫല്ലേ ഉള്ളൂ, പോസിറ്റീവായിട്ട് എടുക്കുക. ഒരു പോസിറ്റീവ് എനർജിയുടെ മരാണ് ഇയാള്. അതായത് സാഹചര്യവും മറ്റു കാര്യങ്ങളും ഒന്നല്ല ഇതിലുണ്ടാവും. ഇപ്പൊ ആർമിയിലൊക്കെ ഉള്ള വളരെ ബേസിക് ആയിട്ട് ആദ്യം പഠിപ്പിച്ചു കൊടുക്കുക ഡോണ്ട് സ്വെറ്റ് ദ സ്മോൾ സ്റ്റെപ്സ് എന്നാണ്. ഇപ്പൊ ചെറിയ കാര്യത്തിൽ ആർമിയിൽ ഇപ്പൊ പോയ സമയത്ത് ഇതേപോലെ ഒരു സ്റ്റോറി ഉണ്ട്. ക്യാപ്റ്റൻ രഘുരാം എന്നുള്ള ഒരു റിട്ടയർഡ് എന്താണ് കേണൽ അങ്ങനെയാണ്. അപ്പൊ ആർമിയിൽ ആദ്യത്തെ സമയത്ത് ആർമിയിൽ എന്താണ് ആദ്യത്തെ ദിവസം ബിസ്ക്കറ്റ് കിട്ടിയില്ല, ബിസ്ക്കറ്റ് ഒക്കെ സീനിയേഴ്സ് കഴിച്ചു എന്നൊക്കെ പറഞ്ഞ സമയത്ത് പിറ്റേ ദിവസം അതിന് പണിഷ്മെന്റ് ആയിട്ട് സീനിയേഴ്സിന്, നിങ്ങൾ ഇതാണോ ജൂനിയേഴ്സിനെ പഠിപ്പിക്കുന്നത്, 2 ബിസ്ക്കറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ജൂനിയേഴ്സ് കരയാണ്, നിങ്ങൾ ഇങ്ങനെയാണ് നിങ്ങളുടെ ജൂനിയേഴ്സിനെ വളർത്തുന്നത് പറയുകയാണ്. അതിൽ ആർമി എപ്പോഴും അല്ല ആ ഒരു ലെവല് മാനേജ്മെന്റ് ലെവലുള്ള എല്ലാവരും ചെയ്യുന്നതാണ്, ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ത് ചെയ്യില്ല, ശ്രദ്ധ ഉണ്ടാവില്ല. അവർക്കൊരു വലിയ ഗോൾ ഉണ്ടാവും. അതന്നെയാണ്. അപ്പോൾ ഭയങ്കര പോസിറ്റീവ്ലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഇയാള്. ചിലപ്പോൾ നമുക്കില്ലേ ഭാവിയിൽ മോട്ടിവേഷൻ സ്പീക്കർ ആയിട്ടൊക്കെ ചിലപ്പം നമ്മളെ ബിലാൽ സാറിന്റെ ഒക്കെ എനിക്ക് ചെറിയ അങ്ങനെ എവിടെക്കോ തോന്നുന്നുണ്ട്. ബിലാൽ സാറിന്റെ അല്ലെ രൂപത്തിൽ അപ്പിയറൻസിൽ അല്ലെങ്കിലും എന്റെ മുമ്പിൽ ഒരു ബിലാൽ ഇരിക്കുന്ന പോലെ ഉണ്ട്. ബിലാലിനോട് സംസാരിച്ചാൽ ഏതാണ്ട് ഇതേപോലെ ബിലാൽ കടന്നു വന്ന വഴികൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ബിലാൽ വന്ന കടന്ന വഴികളൊക്കെ ബിലാൽ തന്നെ പല വീഡിയോസിലായിട്ടും അല്ലാതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പം ബിലാൽ എപ്പോഴും പറഞ്ഞ സാധനം ഇതൊക്കെ എന്തല്ല ഒരു ചെറിയ ചെറിയ കാര്യമല്ലേ. ഒരാൾ വന്ന് പറയാണ് എനിക്ക് ഉമ്മനെ കാണാൻ പറ്റിയില്ല, വീട്ടിൽ നിന്ന് വിട്ടേക്കാണ്, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് എക്സാമിന് മാർക്ക് പറയുന്ന ഒരു റീസൺ കണ്ടെത്തുക. അങ്ങനെയുള്ള കുട്ടികളോട് നിനക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കാനുണ്ടോ? നമുക്ക് ഒരു സ്ട്രോങ് ഡ്രീം ഉണ്ടെങ്കിൽ പിന്നെ ചുറ്റുപാടുള്ള കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഫേസ് ചെയ്യുക, അതിനെ തരണം ചെയ്യാൻ നോക്കുക, ഡ്രീമിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക, അതാണ് മെയിൻ. ചെറിയൊരു എഴുത്തുകാരും കൂടിയാട്ടെ ഇയാള്. എഴുതും, പ്രസംഗിക്കും. ഏതൊക്കെ ലാംഗ്വേജ്?
മലയാളത്തിലാണ് മെയിൻ ആയിട്ടും. പിന്നെ പണ്ടൊക്കെ ഇംഗ്ലീഷിലൊക്കെ ട്രൈ ചെയ്യായിരുന്നു. പിന്നെ റെസിറ്റേഷൻ ഇംഗ്ലീഷിന് പങ്കെടുക്കും. +2 അങ്ങനെ ഒന്നിനും പങ്കെടുത്തില്ല. അത് ആ സമയം ഇപ്പൊ ഗൈഡിലുണ്ട്. ഗൈഡില് ആ സമയത്ത് ഒരുപാട് ക്യാമ്പ് വന്നു, എക്സാം വന്നു. അപ്പൊ അതിലും ഇൻവോൾവ് ആയിട്ട് ഇങ്ങനെ ഒരുപാട് നമ്മുടെ ടൈം പോകൂലേ, അതുകൊണ്ട് +2 ഒന്നും പങ്കെടുത്തില്ല. നീ ഇനി ഡോക്ടർ ആയി കഴിഞ്ഞു, അതായത് നീറ്റ് എഴുതി ഡോക്ടറായി, നീ നല്ല പ്രൊഫഷനിൽ എത്തി. പിന്നീടുള്ള ലൈഫ് നീ ശരിക്കും ഡ്രീം ചെയ്തിട്ടുണ്ടോ? പിന്നീട് ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യണം. പക്ഷേ ഹെൽപ്പ് ചെയ്യുമ്പോൾ ന്യൂസ് ആക്കാൻ പാടില്ല. അവർക്കൊരു ആത്മാഭിമാനം കാണൂലേ, നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അത് അങ്ങനെ ഹെൽപ്പ് ചെയ്യണം. ഒരു കൈ കൊടുക്കുന്നത് മറ്റേ കൈ അറിയാൻ പാടില്ല, അങ്ങനെ ഹെൽപ്പ് ചെയ്യണം. അപ്പൊ അതും നീ എന്ത് ചെയ്തിട്ടുണ്ട്? ചെറുതായിട്ടൊക്കെ ഉണ്ട്. വേറെ സിവിൽ സർവീസ് മോഹങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അങ്ങനെയൊന്നും നോക്കുന്നില്ല. മെയിൻ ആയിട്ട് ഓങ്കോളജിസ്റ്റ് ആവണം അല്ലേ? എവിടെ പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നേ? എനിക്ക് തിരുവനന്തപുരം. പക്ഷെ ആലോചിക്കും, എഴുതി സീറ്റ് കിട്ടിയതിനു ശേഷം നന്നായിട്ട് ആലോചിക്കും. എയിംസ് തന്നെ പോകും. അത് പിന്നെ പ്രശ്നമില്ലല്ലേ? അപ്പോ ആള് എന്ത് ചെയ്തിട്ടുണ്ട്? ഓവറോൾ നോക്കുന്ന സമയത്ത് ഓൺലൈൻ എജുബോർഡ് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയിരുന്നു ഫർഹാന പഠിച്ച തുടങ്ങിയ സമയത്ത്. അപ്പോൾ എജുബോർഡിന്റെ കൂടെ നീ ബോർഡ് ഓൺലി ബാച്ചിലായിരുന്നല്ലേ ജോയിൻ ചെയ്തിരുന്നത്? +1 ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നീ ഓവറോൾ നിന്റെ പഠനം എങ്ങനെയായിരുന്നു മൊത്തത്തിൽ കൊണ്ടുവരുന്നത്? ക്ലാസ് കഴിഞ്ഞിട്ട് വന്നിട്ട് വൈകിട്ട് ആണ്. പിന്നെ 1 ഷോട്ട് ഭയങ്കരമായിട്ട് യൂസ് ആയി. +1 1 ഷോട്ട് ഫസ്റ്റ് നമ്മള് നിന്റെ മെന്ററോട് സംസാരിച്ച സമയത്ത് മെന്റർ പറഞ്ഞത് നീ അധികം റെഫറൻസിന് വേണ്ടിയിട്ട് സ്വയം ഞാൻ തന്നെ പഠിക്കും. അതിന്റെ ഉപരി മെയിൻ ആയിട്ടും ബയോളജി ആണ്. പിന്നെ PYQ സെക്ഷൻസ് ഒക്കെ എല്ലാം അറ്റൻഡ് ചെയ്തു. PYQ ഒക്കെ കംപ്ലീറ്റ് ആയി. അപ്പോൾ നിന്റെ ഒരു ഇതിൽ മൊത്തത്തിൽ ഓൺലൈൻ വേഴ്സസ് ഓഫ്ലൈൻ അങ്ങനെയൊക്കെ പലരും ചോദിക്കും, ഓൺലൈൻ ആണോ നല്ലത് അല്ല ഓഫ്ലൈൻ ആണോ നല്ലത്, അല്ല രണ്ടും നല്ലത്? ഇപ്പോൾ രണ്ടും മിക്സ്ഡ് ആണ്. ഓൾമോസ്റ്റ് ഇപ്പോൾ ബ്ലെൻഡഡ് ലേണിംഗ് നല്ല രീതിയിലാണ്, ഓൺലൈനും ഉണ്ട് ഓഫ്ലൈനും ഉണ്ട്. അതിൽ നിന്റെ ഒരു വ്യൂ എന്താ ഓവറോൾ ആയിട്ടുള്ള? എനിക്ക് തോന്നിയിട്ടുള്ളത് ഓൺലൈൻ ആണ് കുറച്ചും കൂടെ നന്നായിട്ടുള്ളത്. കാരണം നമുക്ക് സെൽഫ് സ്റ്റഡിയും നടത്താം, എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം ഇത് നോക്കിയാൽ പോരെ ഓൺലൈൻ ക്ലാസ്സിൽ. മറ്റേത് നമ്മൾ ഓഫ്ലൈനിൽ ഫുൾ ടൈം ഇരിക്കുകയും വേണം, വീട്ടിൽ വന്നിട്ട് വീണ്ടും പഠിക്കണം. റിജിഡ് ആണ് ഓഫ്ലൈൻ, ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ അതിൽ പ്രധാന ഒരു കൗണ്ടർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ലേണിംഗ് പഠിക്കണമെങ്കിൽ കുട്ടി ഭയങ്കര സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കണം. നേരത്തെ നീ പറഞ്ഞ ഡിസിപ്ലിൻഡ് അല്ലെങ്കിൽ ഒരു പ്രശ്നമാണ്. അപ്പോൾ അത് ഓക്കെ ആണെങ്കിൽ അവർക്ക് കൂടുതൽ ഷൂട്ട് ചെയ്യുന്നത് ഓൺലൈൻ ആയിരിക്കും. അതായത് തൊട്ട് മുമ്പത്തെ കേരള ടോപ്പർ അത് തന്നെയാണ് പറഞ്ഞത്. അതായത് എനിക്ക് ഉറപ്പ് ഞാൻ എവിടെ പോയാലും പഠിക്കും. അപ്പൊ എനിക്ക് കുറച്ചുകൂടി ടൈം ലാഭിക്കുക, ചോയ്സും കുറച്ചുകൂടി ഫ്രീഡം നിങ്ങളുടെ അടുത്തേക്ക് വരും. അപ്പോൾ സെൽഫ് ഡിസിപ്ലിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ബെറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ചിലക്ക് ക്ലാസ്സിലൊക്കെ ഇരുന്ന് മുമ്പിൽ ടീച്ചർ വന്ന് രണ്ട് ചീത്തൊക്കെ പറഞ്ഞാലേ പഠിക്കുള്ളൂ. ഇവിടെ നാട്ടിൽ തന്നെ തൊട്ടടുത്ത് തന്നെ അല്ലെ ഒരു സെന്ററിൽ ക്ലാസ്സിന് പോയിട്ടുണ്ട്. അപ്പോൾ ഫർഹാനക്കാര്യത്തൊന്നും ഇതില്ല, ഇതൊന്നുമില്ല, ഒരു ഓൺലൈനോ ഓഫ്ലൈനോ സാഹചര്യങ്ങളോ നോക്കിയിട്ടില്ല. കിട്ടാവുന്ന എല്ലാം മാക്സിമം ചെയ്തിട്ടുണ്ട്, യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇനി മുന്നോട്ടുള്ള ലൈഫ് അടിപൊളിയാവട്ടെ. താങ്ക് യു.